ഊട്ടി യാത്രയുടെ 4-മത്തെ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര കിന്നക്കോരയിലേക്ക്. ഇന്നും അധികം ആളുകൾ എത്തിപ്പെടുവാൻ മടിക്കുന്ന പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന കിന്നക്കോര നീലഗിരി ജില്ലയിലെ ഒരു സുന്ദര ഗ്രാമം. ആദ്യമേ തന്നെ പറയട്ടെ, ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയല്ല ഇത്. പോകും വഴിയിലെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക എന്നതാണ് കിന്നക്കോര യാത്ര. അങ്ങനെ പതിവ് പോലെ അതിരാവിലെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങും. കിന്നക്കോരയിലെ കുന്തയിലെത്തി കിന്നക്കോര വ്യൂ പോയിന്റ് കണ്ട് ആസ്വദിക്കാം. അതുവരെ നമുക്ക് കാഴ്ചകൾ കണ്ട് യാത്ര തുടരാം.
ഈ പോകുന്ന വഴിയിലെല്ലാം ധാരാളം കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചെറിയ ചെറിയ ഉത്സവങ്ങളും. അങ്ങനെ കിന്നക്കോരയിലേക്കുള്ളൊരു വഴിയിൽ കണ്ട ഒരു ഉത്സവമാണ് ഇപ്പം കണ്ടത്. പാട്ടും ചെണ്ടമേളവും കൊട്ടും ഒക്കെ ആയിട്ട് വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒന്നാണെന്ന് ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാകും. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് സൂര്യൻ ഉദിക്കാൻ മടിക്കുന്ന നാടാണ് കിന്നക്കോരയെന്ന്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇരു സൈഡിലും വളർന്നു പന്തലിച്ച് നിൽക്കുന്ന മരങ്ങളും അതുപോലെ സൂര്യപ്രകാശം വളരെ വൈകി എത്തുന്ന സ്ഥലങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല, അത് തീർച്ചയാണ്. പോയി കണ്ട് ആസ്വദിക്കുക തന്നെ വേണം. കാട്ടുവഴികളിലൂടെ കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ ഇതായിരിക്കും നമ്മുടെ നീലഗിരി കൂട്. കുറച്ചു നേരം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം പിന്നെയും യാത്ര തുടങ്ങി. കുന്ദ ലക്ഷ്യമാക്കി, കുന്ദയിലെ കിന്നക്കോര വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം കുന്ദ വ്യൂ പോയിന്റ് എത്തി. റോഡ് സൈഡിൽ നിന്നും കുറച്ച് ദൂരം ഉള്ളിലേക്ക് ട്രെക്ക് ചെയ്ത് കയറി വേണം ഈ വ്യൂ പോയിന്റ് എത്താൻ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അട്ടപ്പാടിയിലെ വിദൂര ദൃശ്യം ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മനോഹാരിത. അങ്ങനെ ഞങ്ങൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് കിന്നക്കോര ഗ്രാമത്തിലെത്തി. അവിടുത്തെ തേയിലത്തോട്ടങ്ങളും തേയില ഫാക്ടറികളിൽ നിന്ന് പിന്നെ യാത്ര വീണ്ടും ഊട്ടിയിലേക്ക് തിരിച്ചു. തേയില ഫാക്ടറിയിലെ ദൃശ്യങ്ങൾ അടുത്ത പാട്ടിൽ ഉൾപ്പെടുത്തുന്നതാണ്. അധികം ജനവാസമില്ലാത്ത ഒരു വനം പ്രദേശത്താണ് ഈ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി സുരക്ഷയോടുകൂടി ട്രക്ക് ചെയ്ത് പോയി കണ്ട് ആസ്വദിച്ച് തിരികെ വരിക. വനം പ്രദേശമായതുകൊണ്ട് ഒരു അപകടം നേരിട്ടാൽ സഹായത്തിനായി ഒരുപക്ഷെ ഉടനടി ആളുകളെ കിട്ടാൻ പ്രയാസമായി വന്നേക്കാം. കാഴ്ചകൾ കാണുക എന്നത് നമ്മുടെ ആവശ്യമാണ്, എങ്കിലും സുരക്ഷ ഒരു മുൻകരുതലായി തന്നെ എടുക്കുക.